നമ്മൾ റമദാനിനെങ്ങനെ കാത്തിരിക്കാണ്, പക്ഷേ കുടുംബക്കാരോട് നമ്മൾ പരസ്പരം തെറ്റി നിൽക്കുകയാണ്. ഉമ്മ ഉപ്പമാരോട് തെറ്റി നിൽക്കുന്നവരുണ്ട്. റമദാനിലേക്ക് കടന്നിട്ട് കാര്യമില്ല, റമദാനിന്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനാകില്ല. ബറാഅത്ത് രാവിന് 3 യാസീൻ ഓതിയത്, ബറാഅത്ത് രാവിന് സൂറത്തു ദുഖാൻ ഓതിയത്, ബറാഅത്ത് രാവിന് നമ്മൾ ചൊല്ലിയ ദിക്റുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിനെ തൊട്ട് തടസ്സമാകുന്ന ചിലരുണ്ട്. ആരാണവർ? ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുശ്രിക്കായ ആളുകൾക്ക് ബറാഅത്ത് രാവ് കിട്ടൂല, ലൈലത്തുൽ ഖദർ കിട്ടൂല. ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാകും. പേര് കൊണ്ട് ഒരു പക്ഷേ മുഅ്മിനായിരിക്കും. ഏതെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മറ്റുള്ള മതത്തിന്റെ ആദർശങ്ങൾ പിൻപറ്റാൻ അവർക്ക് മടിയില്ലാത്ത ആളുകൾ, അവരും ശിർക്ക് ചെയ്യുന്നവരാണ്. ഇസ്ലാമിക ദൃഷ്ട്യാ അതൊരിക്കലും പാടില്ല ഏതെങ്കിലും ആളുകളെ സമീപിക്കാൻ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അല്ലാഹു പര്യാപ്തനാണ്, അല്ലാഹു അല്ലാത്ത യാതൊരു ഇലാഹുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ അല്ലാഹുവിനെ അല്ലാതെ ശരണം പ്രാപിക്കാൻ പാടില്ല. രണ്ടാമത്തെ വിഭാഗം കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, അവർക്ക് ലൈലത്തുൽ ഖദറും കിട്ടൂല, റമദാനും കിട്ടൂല, ബറാഅത്ത് രാവും ഒന്നും അവർക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയൂല. മൂന്നാമത്തെ വിഭാഗം ആഖുല്ലിൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കുന്ന, നിന്ദിക്കുന്ന ആളുകൾ. ലൈലത്തുൽ ഖദർ കിട്ടൂലെന്ന് ഇമാമുമാര് രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവർ, പരസ്പരം ഭിന്നതകൾ ഉണ്ടാക്കുന്നവർ, കുടുംബബന്ധം മുറിക്കുന്നവർ, എത്ര തന്നെ അമലുകൾ കൊണ്ട് സമ്പന്നമാക്കിയാലും അവർക്ക് തന്നെ ഒരിക്കലും ലൈലത്തുൽ ഖദറും റമദാനിന്റെ അനുഗ്രഹങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നാണ്. ചിലരെ കണ്ട് നല്ല നല്ല ഇബാദത്തുകൾ കൊണ്ട് രാപ്പകലുകളെ സജീവമാക്കുന്നവർ. ഉമ്മയോട് പിണക്കമാണ്, ഉപ്പയോട് പിണക്കമാണ്, ഉമ്മാന്റെ സ്വഭാവം ശരിയില്ല, ഉപ്പയുടെ സ്വഭാവം ശരിയില്ല എന്നും പറഞ്ഞിട്ട് അവര് വേറെ താമസിക്കുകയാണ്, ഉമ്മാനോട് മിണ്ടാട്ടമില്ല.